റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ, സമ്പൂർണ്ണ ഗോതമ്പ് പൊടി, അത് വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഏത് വേണമെങ്കിലും എടുക്കുക, റേഷൻ കടയിൽ തന്നെ വേണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു തൈരിലേക്ക് സോഡാപ്പൊടി ചേർക്കുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. നമ്മളിങ്ങനെ സ്പൂണിലെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പതയുന്നത്. ആ ഒരു പത വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് ആട്ടപ്പൊടിയും 1/2 കപ്പ് മൈദയും അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ടും ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതും റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആട്ടപ്പൊടി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു തൈരിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരികയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ലപോലെ ഇളക്കി നോക്കിയിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിനാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ മാവ് ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലേക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കറിവേപ്പില ആണെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് 1 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് ഒരു മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് പുറം ഭാഗം നല്ല മൊരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിതുപോലെ കൈകൊണ്ട് നുള്ളി ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ സ്പൂൺ കൊണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കൈകൊണ്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വലിയ ബോൾസായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. നമ്മൾ ഉഴുന്നവടയിലേക്കൊക്കെ സെർവ് ചെയ്യുന്ന തേങ്ങാ ചട്നി അതല്ലെങ്കിൽ റെഡ് ചട്നിയൊക്കെ കൂട്ടി കഴിക്കാനാണ് കേട്ടോ അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. താങ്ക്